ഹേ ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടോ ഞാൻ എന്തിനാണ് വന്നതെന്നുള്ളത്. അപ്പം കണ്ണെഴുതിയിട്ടില്ല. അപ്പം കണ്ണെഴുതുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പം എങ്ങനെയാണ് നല്ല അട്രാക്റ്റീവായിട്ട് കണ്ണെഴുതാന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പം ഞാൻ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐബ്രോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം നമ്മൾ ത്രെഡൊക്കെ ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐബ്രോസ് ഒക്കെ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ എന്തായാലും. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ കളറായിട്ടുള്ളൊരു ഐബ്രോ പെൻസിലാണ്. അപ്പോൾ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഫില്ല് ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് അതിന് സെറ്റാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈലൈറ്ററാണ്. അപ്പോൾ ഈ ഒരു ഹൈലൈറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-in-1 എന്ന് തന്നെ പറയാം. ഇത് ഹൈലൈറ്ററായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഐ ഷാഡോ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഗോൾഡൻ അതുപോലെ തന്നെ ഒരു വൈറ്റ് കളർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റ് കളർ വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ അതിന് ശേഷം ഞാൻ യൂസ് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാജലാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കണമെന്ന് വെച്ചാൽ നമ്മുടെ പ്ലമ്മിൻ്റെ ഒരു കാജലാണ് എടുത്തേക്കണത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് തന്നെ ഔട്ട്ലൈൻ കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ കാജൽ വെച്ചിട്ടാണ് നമ്മൾ ഐലൈൻ ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങണമായിരിക്കും ഏറ്റവും നല്ല ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു വിങ്ങായി കിട്ടും. അപ്പോൾ ഇത് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പം എൻ്റെ ഈ രണ്ടായി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഡിഫറൻസ് തന്നെ മനസ്സിലാവാൻ പറ്റും. കാരണം ഓവർ ഹെവി മേക്കപ്പും വരുന്നില്ല. എന്നാൽ നോർമലി നമ്മൾ ചെറിയൊരു രീതിക്കാണെങ്കിൽ ഒരു ഐ മേക്കപ്പ് അതിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതിക്കുള്ളൊരു ലുക്കാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് മിററിലേക്ക് നോക്കും വേണം, അതിൻ്റെ ഒപ്പം തന്നെ ഫോണിൽ തന്നെ കിട്ടണുണ്ടോ നോക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അതാണെങ്കിൽ ഭയങ്കര സ്ലോ ആണ്. പിന്നെ ഇതിൽ നോക്കി ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു സ്ലോ വരില്ലോ. അപ്പോൾ അത് പിന്നെ സ്വാഭാവികം തന്നെ. പിന്നെ ഞാൻ നെക്സ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഐലൈനർ, സാധാരണ ഐലൈനർ തന്നെയാട്ടോ. ഞാൻ ഡാസ്ലർ തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇടയ്ക്ക് ലാക്മേൻ്റെ യൂസ് ചെയ്യും. എന്നാലും കൂടുതൽ നമ്മൾ പണ്ട് തൊട്ട് ശീലിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാസ്ലറിലാണല്ലോ. അപ്പോൾ എന്തായാലും ഡാസ്ലറിനെ തന്നെ ഞാൻ എടുത്തേക്കണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു അറ്റത്ത് നമ്മളുടെ ആ ഒരു രണ്ട് അതിൻ്റെ പോയിന്റ്സിൽ തന്നെ ജസ്റ്റ് ഒന്ന് വിങ്ങും കൊടുക്കും. പിന്നെ ആ ഒരു നമ്മുടെ അതിൻ്റെ ആ ഒരു തുമ്പ് ഭാഗത്തായിട്ട് ജസ്റ്റ് ഒരു ആരോ പോലെ ഇങ്ങനെ കൊടുക്കും. ഇങ്ങനെ പറഞ്ഞിരുന്നു വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം പെട്ടെന്ന് നന്നായിട്ട് ക്യാച്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പം മറ്റേ കണ്ണ് ഏകദേശം ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പിന്നെ ഈ ഒരു കണ്ണും കൂടിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ആ കാണുന്ന ആ ഒരു വിങ്ങാണ് ഫസ്റ്റ് ചെയ്യണത്. പിന്നെ അതിന് ശേഷം നമ്മൾ ആ ഒരു പോയിന്റിൻ്റെ അവിടേക്ക് പോയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണത്. പിന്നെ അതിന് ശേഷം ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്ലമ്മിൻ്റെ കാജൽ തന്നെ പിന്നെ എടുത്തിട്ട് താഴെ മുഴുവനും നന്നായിട്ടൊന്ന് ഡാർക്കായിട്ടൊന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ആ ഒരു അറ്റം വരെ ജസ്റ്റ് ഒന്ന് മുട്ടിക്കാൻ വേണ്ടി നോക്കണം. അതാകുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ എല്ലാ ആൾക്കാരുടെയും കണ്ണും ഒരേ ഷേപ്പിൽ തന്നെ ഇരിക്കണമെന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെയും കുറേ ഡിഫറൻസിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്യുമ്പോൾ എല്ലാവരുടെ കണ്ണിലും കുറച്ചും കൂടി ട്രഡീഷണൽ ലുക്ക് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ എന്തായാലും കിട്ടും. പിന്നെ ഈ പ്ലമ്മിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്തതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഈ കാജൽ തന്നെയായിരിക്കും ഉണ്ടാവുക. പിന്നെ ബാക്കിയുള്ള പ്രൊഡക്ട്സ് ഞാൻ പണി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായി. ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയി നോക്കി നോക്കുക. പിന്നെ ഞാൻ അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്കാരയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാസ്ലറിൻ്റെ തന്നെ മസ്കാരയാണ്. ഇപ്പോൾ മസ്കാരയും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐ മേക്കപ്പ് കുറച്ചും കൂടി നല്ല അട്രാക്റ്റീവായിട്ട് തന്നെയാണ് ഇരിക്കുക. കാരണം നമ്മുടെ ലാഷസ് കുറച്ചും കൂടി നല്ല ഭംഗിയിൽ തന്നെ ആയിരിക്കും ചെയ്യും, നല്ല ഡാർക്ക് കളറിൽ തന്നെ. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ മേലത്തെ ലാഷസിൽ മാത്രമല്ല താഴേത്തെയും കൂടിയും അപ്ലൈ ചെയ്യണം. എന്നാലാണ് നമുക്ക് കുറച്ചും കൂടി നല്ല ഹൈലൈറ്റ് ചെയ്തിരിക്കുള്ളൂ കണ്ണ്. അപ്പം എൻ്റെ ഐ മേക്കപ്പ് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയേക്കാണ്. അപ്പം നിങ്ങൾക്ക് ഏകദേശം നല്ല ഡിഫറൻസ് ഇവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നമ്മുടെ ലിപ്സും കൂടി നല്ല ഭംഗിയിലിരിക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ ലിപ്സൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കുറച്ചും കൂടി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലിപ് ലൈനർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ലിപ് ലൈൻ ചെയ്യാൻ വേണ്ടി എടുത്തേക്കണമെന്ന് വെച്ചാൽ ഒരു ഡാർക്ക് കളർ തന്നെയാണ് എടുത്തേക്കുന്നത്, ഒരു മെറൂൺ ഷെയ്ഡ് എന്ന് തന്നെ നമുക്ക് പറയാം. ഞാൻ ഈ ഷെയ്ഡ് എടുക്കണത് വേറെ ഒന്നിനല്ല, ഞാൻ എടുക്കണ ആ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏകദേശം ഇതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ ലിപ്സിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ലിപ് ബാം കൊടുക്കണം നല്ലതായിരിക്കും. ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടായി, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കാത്തത് തന്നെ. പിന്നെ ഞാൻ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്മേൻ്റെ ഒരു ലിക്വിഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഏതാ ഷെയ്ഡ് എന്ന് വരണമെന്നുണ്ടെങ്കിൽ 34 ബ്രൗൺ ഷീർ എന്നാണ് അതിൻ്റെ പേര്. ഞാനിത് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പർപ്പിൾ ആപ്പിൽ നിന്നാണ്. ഇപ്പോൾ എന്തെങ്കിലും കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്തെങ്കിലും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ നൈക്ക ചൂസ് ചെയ്യണതായിരിക്കും ഏറ്റവും കൂടുതൽ. മെറ്റനൊക്കെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയലായിട്ട് എന്തെങ്കിലും പ്രൊഡക്ട്സ് വാങ്ങാനുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. അപ്പം എൻ്റെ ലുക്ക് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ പറയുക എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു പൊട്ടും തൊട്ടുണ്ട്, പിന്നെ ചെറുതായിട്ടൊരു ചന്ദനത്തിൻ്റെ ഒരു ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.